3 പതിറ്റാണ്ടിലേറെയായി വിജയ ഫോർമുലയായ മുസ്ലിം യാദവ വോട്ടുകളിൽ RJDക്കുള്ള സ്വാധീനത്തിലാണ് ഇടിവുണ്ടായത്. മുസ്ലിം യാദവ ഫോർമുലയ്ക്ക് ബദലായി NDA ഉയർത്തിക്കാട്ടിയ ഫോർമുല സ്ത്രീകളെയും അതിപിന്നാക്ക വിഭാഗത്തെയും യുവാക്കളെയും ലക്ഷ്യമിട്ടായിരുന്നു. MY എന്നാൽ മുസ്ലിം യാദവ കോമ്പിനേഷൻ. 3 പതിറ്റാണ്ടായി ലാലു പ്രസാദ് യാദവ് പരീക്ഷിച്ച് വിജയിച്ച ഫോർമുല അക്കാലം പഴങ്കഥ. ഇനി MEY എന്നാണ്, മഹിള EBC യൂത്ത് ഫോർമുല. നരേന്ദ്രമോദിയും നിതീഷ് കുമാറും നടത്തിയ ME പരീക്ഷണത്തിൽ മഹാവിജയം NDAയ്ക്കൊപ്പം. 3 ഘടകങ്ങളാണ് ഈ വിജയ ഫോർമുലയുടെ അടിസ്ഥാനം. നിതീഷ് കുമാറിൽ ബീഹാറിലെ സ്ത്രീ വോട്ടേഴ്സിനുള്ള വിശ്വാസം, ചിരാഗ് പാസ്വാൻ, ഉപേന്ദ്ര കുശ്വാഹ, ജിതൻ റാം മാഞ്ചി എന്നീ നേതാക്കളിലൂടെ NDAയ്ക്ക് ലഭിച്ച EBC മഹാദളിത് പിന്തുണ. RJD ജയിച്ചാൽ വികസന മുരടിപ്പിന് വഴിയൊരുങ്ങുമെന്നും അഴിമതിയും അക്രമവും കൂടും എന്നുമുള്ള പ്രചാരണം യുവാക്കളുടെ വോട്ടിന് വഴിയൊരുക്കി. മഹാസഖ്യത്തിനാകട്ടെ മുസ്ലിം യാദവ് ഫോർമുലയ്ക്കപ്പുറം മുന്നോട്ടു പോകാൻ കഴിഞ്ഞതുമില്ല. മുസ്ലിം സ്വാധീന മേഖലകളിൽ AIMIM നേട്ടമുണ്ടാക്കിയതും മഹാസഖ്യത്തിന് തിരിച്ചടിയായി. ലാലു പ്രസാദ് യാദവ് തെരഞ്ഞെടുപ്പ് രാഷ്ട്രീയത്തിൽ സജീവമല്ല. സമോസയിൽ ഉരുളക്കിഴങ്ങുള്ളിടത്തോളം ബീഹാറിൽ ലാലുവും ഉണ്ടാകും എന്ന ചൊല്ലും പഴഞ്ചൊല്ലായി. രാഷ്ട്രീയ ചുവടുമാറ്റങ്ങൾ നടത്തുന്ന നേതാവ് എന്ന നിലയിൽ നിതീഷ് കുമാറിനെ പരിഹസിക്കുന്ന പാൽത്തൂറാം വിളിയും ഇനി പഴങ്കഥ. സദ്ഭരണത്തിന്റെ നേതാവ് എന്നർത്ഥം വരുന്ന സുശാസൻ ബാബുവായി ബീഹാർ രാഷ്ട്രീയത്തിൽ നിതീഷ് കുമാർ തുടരും. 24 ഡൽഹി. ലോകത്തെവിടെയായാലും ഏത് സമയത്തും 24 വാർത്തകളും ഓഗ്മെന്റഡ് റിയാലിറ്റി പാക്കേജുകളും എക്സ്പ്ലെയിനറുകളും വിശദമായി കാണാൻ ഞങ്ങളുടെ YouTube ചാനൽ നിങ്ങൾക്ക് സബ്സ്ക്രൈബ് ചെയ്യാം.